അതിനോട് നിങ്ങൾ ഈ പറയുന്ന ന്യായമായ ആവശ്യത്തിന് നമ്മൾ എതിരല്ല. പക്ഷേ അത് പോലീസ് കർശനമായ നടപടിയെടുക്കണം. അങ്ങനെ വെക്കുന്ന വസ്തുക്കൾക്ക് പേരിൽ നടപടി ഉണ്ടാവണം. നമ്മളെ JT റോഡ് മുതൽ എടോടി വരെ, അതുപോലെ തന്നെ ടൗൺ ഹാൾ മുതൽ പുതിയ സ്ഥലം 5 വിളക്ക് ജംഗ്ഷൻ വരെ നമുക്കൊരു സ്മൂത്തായിട്ട് വണ്ടി കൊണ്ട് വരാൻ പറ്റുന്നുണ്ടാകും. വെറും വിദ്യാർത്ഥികളെ ചുമന്ന് പോകേണ്ടി വരും. വിദ്യാർത്ഥികളെ ചുമന്ന് എത്ര കാലം കൊണ്ടുപോകാനോ? 1 or 2 ആഴ്ച കൊണ്ടുപോയത് ഓട്ടോമാറ്റിക്കായി ബസ് നിൽക്കും. ഇന്ധനവില വർധനവ്, ഗതാഗതക്കുരുക്ക്, റോഡുകളുടെ ശോചനീയാവസ്ഥ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ കാരണം സ്വകാര്യ ബസ് വ്യവസായം പ്രതിസന്ധിയിലെന്ന ഉടമകൾ. വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും ഇവർ പറഞ്ഞു. ഇന്ധനവില വർധനവിനെതിരെ വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ബസ് ഉടമകൾ പ്രതിഷേധ മാർച്ചും ധർണാ സമരവും സംഘടിപ്പിക്കും. 8 തിങ്കളാഴ്ച രാവിലെ 10:30 നഗരസഭാ ചെയർമാൻ PK ശശി ഉദ്ഘാടനം നിർവഹിക്കും. അടിക്കടി ഉണ്ടാകുന്ന ഇന്ധന വില വർധനവിനെതിരെ സംസ്ഥാന ഫെഡറേഷൻ്റെ ആഹ്വാനപ്രകാരം സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും 8/6/26 തിങ്കളാഴ്ച കാലത്ത് 11 മണിക്ക് എല്ലാ കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളിലും ബസ് ഉടമകളുടെ ഒരു പ്രതിഷേധ ധർണ നടത്താൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിങ്കളാഴ്ച വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ വടകര ബസ് ഓപ്പറേറ്റർ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്താനുണ്ട്. ബസ് ഉടമകൾക്ക് ഇപ്പോൾ ബസ് സർവീസ് നടത്താൻ പറ്റാത്ത സ്ഥിതിയാണ് സംസ്ഥാനത്തുടനീളം ഉണ്ടായത്. ഇന്ധനവില വർധനവ്, അതിനുപരി വരുന്ന ജൂൺ 15-ാം തീയതി മുതൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ട് ജൂൺ 15 മുതൽ KSRTCകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയും കൂടി അനുവദിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സംസ്ഥാനത്തെ മുഴുവൻ പ്രൈവറ്റ് ബസ്സുകളും നിലനിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് സംജാതമായിരിക്കുന്നത്. ഇന്ധനവില വർധനവും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഓരോ കരി നിയമങ്ങളും ബസ് സർവീസിന് മേലെ അടിച്ചേൽപ്പിക്കുന്നത് കാരണം ബസ് സർവീസ് നടത്താൻ പറ്റാത്ത സ്ഥിതി സംജാതമായിരിക്കുകയാണ്. അതിനാൽ സംസ്ഥാന ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് പ്രൈവറ്റ് ബസ് സർവീസ് എന്നുള്ളത് ഒരു ഗവൺമെൻറ് ഒരു വ്യവസായമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ ബസ് സർവീസ് നടത്താൻ വേണ്ട സഹായങ്ങൾ ചെയ്തു തരണമെന്നാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ 100 രൂപയാണ് 1 ലിറ്റർ ഡീസലിന് ഇപ്പോൾ ആയി, 103 രൂപയായി. ഇപ്പോഴും വിദ്യാർത്ഥികൾ 1 രൂപയാണ് ബസ്സിൽ കൊടുക്കുന്നത്. വിദ്യാർത്ഥികളോട് ഞങ്ങൾക്ക് ബസ് ഉടമകൾക്ക് പ്രത്യേക വിദ്യാർത്ഥികൾ പഠിക്കണം, ഭാവിയിലെ തലമുറകളാണ്. പക്ഷേ ഞങ്ങൾക്കിത് 1 രൂപ കൊടുത്തിട്ട് കുഞ്ഞുങ്ങളെ വിദ്യാർത്ഥികളെ വഹിച്ചുകൊണ്ട് സർവീസ് നടത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഇതൊക്കെ കണ്ടുകൊണ്ട് പ്രൈവറ്റ് ബസ്സിനെ നിലനിർത്താൻ വേണ്ട ആവശ്യങ്ങൾ ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാകണം. ഇല്ലെങ്കിൽ സംസ്ഥാനത്തെ മുഴുവൻ ബസ്സുകളും ഈ ജൂൺ 15 ശേഷം സർവീസ് നടത്താൻ പറ്റാതെ നിൽക്കുന്നൊരവസ്ഥയായിരിക്കും. അതുകൊണ്ട് ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ മറ്റ് കരി നിയമങ്ങളും അടിച്ചേൽപ്പിക്കുകയാണ്. എങ്ങനെയാ വെച്ചാൽ ഈ ചലാൻ മുഖാന്തരം ബസ് ഉടമകളോ അല്ലെങ്കിൽ ബസ് തൊഴിലാളികളോ അറിയാതെ ഈ ചലാൻ ഇങ്ങനെ അയക്കുവാണ്. ഒരു ബസ് ടാക്സ് അടക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു 3 മാസം 5 കൊല്ലം പെർമിറ്റ് പുതുക്കുമ്പോഴോ ഓരോ ബസ്സിന് 10-40 രൂപ ഫൈനുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സർവീസ് നടത്തിക്കൊണ്ടു പോകാൻ കേരളത്തിലെ സാധാരണക്കാരായ യാത്രക്കാരെയും കേരളത്തിലെ 90% വിദ്യാർത്ഥികളെയും കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകളാണ് അതാത് സ്ഥാപനങ്ങളിൽ എത്തിക്കുന്നതും സേവനം ചെയ്യുന്നതും. അതുകൂടി കണ്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ബസ് സർവീസ് നടത്താൻ വേണ്ട എല്ലാ സഹായവും ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. ബാക്കി നമ്മൾ സംസ്ഥാന ധർണ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ PK ശശിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം കൃത്യം 12 മണിക്ക് വന്ന് ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. അതായത് 10 വർഷം മുമ്പേ കേരളത്തിൽ 34,000 ബസ്സുകളുണ്ടായിരുന്നു, സ്വകാര്യ ബസ്സുകൾ. ഇന്നത് ചുരുങ്ങി 8,000 എത്തിപ്പെട്ടിരിക്കുകയാണ്. ഈ 8,000 ചുരുങ്ങിയത് ലാഭം കൊണ്ട് ഒഴിവാക്കിയൊന്നല്ല, നഷ്ടമായി തൻ്റെ പാർപ്പിടവും വിറ്റ് മറ്റൊരു ഗത്യന്തരമില്ലാതെ അവസാനം ഇത് ഒഴിഞ്ഞ് പലരും ഗൾഫിൽ പോയി മറ്റു പല കച്ചവട സ്ഥാപനങ്ങളും മറ്റ് പലതിലേക്കും കൂലിപ്പണിക്കും അങ്ങനെയൊക്കെ പോയിക്കൊണ്ട് അത് ഇന്നിപ്പോൾ കേവലം 8,000 ബസ്സുകൾ മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ് കേരളത്തിൽ. അപ്പോൾ ഈ അവസരത്തിൽ വളരെ പ്രയാസപ്പെട്ടാണ് ദൈനംദിനമായി ബസ് സർവീസ് നടന്നു വരുന്നത്. അപ്പോൾ ആ അവസരത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ 8 രൂപയ്ക്ക് 10 പൈസ ഇപ്പോൾ ഒരു 10 ദിവസത്തിനുള്ളിൽ ഡീസൽ വില കൂടിയിട്ടുണ്ട്.
അപ്പോൾ 8 റുപ്യ എന്ന് വെച്ചാൽ ഒരു ബസ്സിന് ഒരു ദിവസം ഏകദേശം 80 മുതൽ 100-120 ലിറ്റർ ഡീസൽ അടിക്കുന്ന ബസ്സുകളുണ്ട്. ഒരു ആവറേജ് 100 ഡീസൽ അടിക്കുന്ന ബസ്സിന് 800 റുപ്യ ഒരു ദിവസം ഡീസലിന് മാത്രം കൂടുതൽ കാണേണ്ടി വരും. ഈ പെട്രോൾ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടിക്കഴിഞ്ഞാൽ വെറും ഡീസലിന് മാത്രമല്ല കൂടുന്നത്, ഞങ്ങൾ വാങ്ങിക്കുന്ന ഓയിലിന് ഏകദേശം 40% വില കൂടിക്കഴിഞ്ഞു. പിന്നെ ഇതിനൊഴിക്കുന്ന മറ്റ് വേറെ എന്താ ഓയിൽ മറ്റോയില്ലേ AdBlue ദിവസേന ഒഴിക്കേണ്ട സാധനമുണ്ട്. AdBlue ഇപ്പം പുതുതായിട്ട് വന്ന് 1-2 കൊല്ലമായിട്ട് അതിൻ്റെ പേരൊന്നും ഓർമ്മ കിട്ടാതാണ്. അത് ഒഴിക്കണം, ഡെയിലി ഒഴിക്കണം, കുറവുള്ള ഒഴിച്ചു കൊടുക്കണം. അതിനും വില കൂടി. പിന്നെ ടയറിന് 5500-5000 റുപ്യ ഉള്ള ഒരു ടയർ റീസോളിന് ഇപ്പോൾ 7500 റുപ്യയായി. 7500 റുപ്യയായി. അതിന് പുറമെ പുതിയ ടയറിന് ഏകദേശം 20% വില കൂടി. അങ്ങനെ സമസ്ത മേഖലകളിലും സ്പെയർ പാർട്സ്, ബ്രേക്ക് ലൈനർ, എന്തിനും ക്രൂഡ് ഓയിലിന് വില കൂടിയാൽ സമസ്ത മേഖലയിലുള്ള നമ്മുടെ രാജ്യത്ത് എല്ലാത്തിനും വില കൂടുന്നതനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ വാഹന മോട്ടോറിൻ്റെ ഭാഗമായി എല്ലാ സ്പെയർ പാർട്സ് എല്ലാത്തിനും വില കൂടും. അപ്പോൾ അതൊക്കെ സഹിക്കും എങ്ങനെയാണ്? നമ്മളിപ്പോൾ ഒരാൾ അറിഞ്ഞാൽ ഇപ്പോൾ 8 റുപ്യയിലെ ഡീസലിന് കൂടിയില്ല എന്നറിയാം. പക്ഷെ അത് 16 റുപ്യ കൂടിയതിന് തുല്യമായിപ്പം വിലക്കയറ്റുണ്ടായി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ വ്യവസായമായി ജീവിച്ചു പോകുന്ന ഞങ്ങൾ മാത്രമല്ല, ഒരു ബസ്സിൽ ഏകദേശം 5-8 തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ കുടുംബം കഴിയുന്നുണ്ട്, ഈ ഉടമസ്ഥൻ്റെ കുടുംബം കഴിയുന്നുണ്ട്. ഇപ്പം തന്നെ കടക്കണിയിലായ ബസ് ഉടമകൾ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും? അത് നിങ്ങൾക്കൊന്ന് പരിശോധിച്ചാൽ അറിയാം. നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ആരായാലും പല സ്ഥലത്തും ഉള്ള ബസ് ഉടമകളല്ലേ, ഈ ബസ് ഉടമകളുടെ ചരിത്രം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും. അവിടെയുള്ള കുറികൾ, നാടൻ കുറികൾ, ഫണ്ട്, പിന്നെ ഫൈനാൻസ് കമ്പനി, എല്ലാ സ്ഥലത്തു നിന്നും ഇവ കടം വാങ്ങിയിട്ടുണ്ടാവും. ഇതൊക്കെ ഓവർ ഡേ ആയിട്ടും കൊടുക്കാണ്ടും ഇങ്ങനെ നിൽക്കുക, കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതാണ് ഇന്ന് ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ഒരു ബസ് ഉടമേൻ്റെ സ്ഥിതി. അപ്പോൾ ആ അവസരത്തിലാണ് ഈ വില വർധനവ്. അപ്പോൾ ഞങ്ങൾ ഈ സർവീസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഈ ബസ് സർവീസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഇല്ലാതായാൽ, കേരളത്തിലെ സ്വകാര്യ ബസ് മേഖല ഇല്ലാതായാൽ ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാകുന്നത് ബസ് ഉടമസ്ഥനും തൊഴിലാളിക്കും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട സാധാരണ യാത്രക്കാർക്കാണ്. 10 റുപ്യ കൊടുത്താൽ ഈ ബസ്സിൽ ഏകദേശം 2-2.5 കിലോമീറ്ററോളം യാത്ര ചെയ്യാം. അതിൽ ഓട്ടോറിക്ഷയ്ക്ക് പോകണമെങ്കിൽ എത്ര റുപ്യ ആവും? നിങ്ങൾക്കറിയാം, 100-150 റുപ്യ ആവും. അപ്പോൾ ഈ ലളിതമായ രീതിയിൽ സാധാരണ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് സ്വകാര്യ ബസ്. ഇത് നശിച്ചു പോകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഒരുപാട് കുട്ടികൾ എന്നും പറയുന്നത് എത്രയോ കുട്ടികളാണ് വെറും 1 റുപ്യക്കായി ഇപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നത്. മിനിമം ചാർജിന് 1 റുപ്യ വാങ്ങിയിട്ട് സന്തോഷത്തോടു കൂടി അവർക്ക് സീറ്റ് കൊടുത്തും അതുപോലെ തന്നെ അവരെ ഇരുത്തിയിട്ടും നമ്മളെ ജീവനക്കാരെ അവരെ കൈപിടിച്ച് കയറ്റിയിട്ടും നമ്മൾ ബസ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭാവി പൗരന്മാരാണ് കുട്ടികൾ, അവരാണ് നമ്മുടെ നാട്ടിലെ സമ്പത്ത്. അത് തികച്ചും ഉൾക്കൊള്ളുകൊണ്ട് ബസ് ഉടമസ്ഥന്മാരും ബസ് തൊഴിലാളികളും ഇന്ന് പെരുമാറി. നിങ്ങളിപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ, ബസ് തൊഴിലാളികളും പിന്നെ ബസ് ജീവനക്കാരും ബസ് തൊഴിലാളികളും പിന്നെ വിദ്യാർത്ഥികളൊക്കെ ആയിട്ട് അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണ് നമ്മൾ ബസ് സർവീസ് നടത്തുന്നത്. അപ്പോൾ ഒരു പരിഗണന കിട്ടണ്ടേ? തീർച്ചയായിട്ടും അതിനു വേണ്ടിയാണ് ഞങ്ങൾ 8-ാം തീയതി ഗവൺമെൻറ് ശ്രദ്ധയപ്പെടുത്താൻ വേണ്ടി 8-ാം തീയതി സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മാർച്ചും ധർണിയും നടത്തുകയാണ്. ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും 6 വരി പാത തുടങ്ങിയ വർക്ക് തുടങ്ങിയ മുതൽക്ക് ഈ ബസ്സുകാരുടെ ദുരിതം തുടങ്ങിയിരിക്കുന്നു. ഇന്ന് റോഡുകൾ എവിടെ എത്തിയിട്ടില്ല. കൊല്ലം 3 കഴിഞ്ഞ് ഞങ്ങളുടെ സർവീസ് റോഡുകളൊന്നും ആയിട്ടില്ല, റിപ്പയർ ചെയ്ത് കിട്ടുന്നില്ല. എല്ലാം വെള്ളക്കുഴികളിൽ പെടുവാണ്. ബസ്സുകൾക്ക് കൃത്യമായി ഓടാൻ കഴിയുന്നില്ല. ഒരു റൂട്ടിലും കൃത്യമായി സർവീസ് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു അവസരത്തിലാണ് വടകരയിൽ ഒരു ട്രാഫിക് പരിഷ്കാരം കൂടി കൊണ്ടുവന്നിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലമായി വടകര ലിങ്ക് റോഡിൽ വെച്ച് സർവീസ് നടത്തുന്ന 10-75ഓളം ബസ്സുകൾ, 100-100ഓളം ബസ്സുകൾ അവിടെ ഈ പഴയ സ്റ്റാൻഡിൽ വീർപ്പ് മുട്ടിയ അവസരത്തിൽ മുനിസിപ്പാലിറ്റിയും ഇവിടുത്തെ കമ്മിറ്റിയും തീരുമാനം എടുത്ത പ്രകാരം നടപ്പാക്കിയതായിരുന്നു. പക്ഷേ ഈ അന്ന് ഉണ്ടായേക്കാളും 35ഓളം 40ഓളം ബസ്സുകൾ ഇപ്പം വീണ്ടും കൂടിയ അവസരത്തിലും അതുപോലെ തന്നെ കുറ്റ്യാടി ഭാഗത്തു നിന്നും വടകര തലശ്ശേരി ഭാഗത്തു നിന്നും വടകരക്ക് വരുന്ന ബസ്സുകൾ ഉൾപ്പെടെ ഒരു 500ഓളം ബസ്സുകൾ ഇപ്പോൾ 5 വിളക്ക് ജംഗ്ഷനിൽ കൂടി ഇങ്ങോട്ട് ഒഴുകുകയാണ്.
അപ്പോൾ അങ്ങനെ ഒഴുകുമ്പോൾ എന്താ വെച്ചാൽ അത് മാത്രമല്ല ഈ മാർക്കറ്റ് റോഡിൽ പിന്നെ യാതൊരു വ്യവസ്ഥയില്ലാതെ പിന്നെ ചരക്കിറക്കൽ വേറെയുണ്ട്. അതിന് സമയമില്ല. അവർക്ക് എവിടെയും വെക്കാം, എന്നും ഏത് സമയത്തും ഇറക്കുകയും ചെയ്യാം, കയറ്റുകയും ചെയ്യാം. ഈ ഒരു അവസ്ഥ അത് വേറെയുമുണ്ട്. ഇതൊക്കെ നിലനിൽക്കെ പിന്നെ സർവീസിനോട് കൂടി ബസ്സുകൾക്ക് വരാൻ കഴിയുന്നില്ല. അവിടെ തന്നെ ലേറ്റായി വരുന്ന ഒരു സമയത്ത് ഇവിടെ ഒരു ട്രാഫിക് പരിഷ്കാരം കൊണ്ടുവന്ന് ഈ നാട്ടിലുള്ള ബസ്സുകൾ സാധാരണക്കാരന് പ്രത്യേക ഇത് ജീവിക്കാൻ വേണ്ടി സർവീസ് നടത്തുന്ന ഈ ബസ്സുകളെ വളരെയധികം ദ്രോഹിക്കുന്നുണ്ട്. അത് അടിയന്തരമായിട്ട് പിൻവലിക്കണം എന്നാണ് ചെയർമാനോടും അതിൻ്റെ കമ്മിറ്റിയോടും നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്നത്തെ ബസ് ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ ഒരു പൈസക്കാരനായിട്ടുള്ള ബസ് ഉടമസ്ഥനല്ല. ഒരു ജീവിക്കാൻ വേണ്ടി മാത്രം ഒരുപാട് പഠിക്കുകയും ജീവിക്കുകയും ജോലി കിട്ടാത്തതിൻ്റെ പേരിൽ ആ പല സ്ഥലങ്ങളിൽ നിന്ന് കടമടിച്ച് ഈ രംഗത്ത് വന്ന ഈ ബസ് ഉടമകളാണ്. ഇങ്ങനെ ദ്രോഹിക്കുന്ന ഒരു നടപടി ഉണ്ടാക്കരുത്. അതുകൊണ്ട് വടകര മുനിസിപ്പൽ ചെയർമാൻ അടിയന്തരമായിട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ട് ഞങ്ങളെ ഈ പ്രയാസങ്ങൾക്ക് ദൂരീകരിച്ചു ഈ റോഡുകൾ റിപ്പയർ ചെയ്ത് കിട്ടുന്നത് എങ്കിലും ഈ പരിഷ്കാരം നിർത്തിവെക്കണമെന്നാണ് ഇവിടെ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു ദിവസം 2 ദിവസമാണ് സാർ. എല്ലാ ദിവസവും അതിങ്ങനെ 2, 3, 4 ലൈനായിട്ട് ഒരു 1, 2 ലൈൻ വരെ നമുക്ക് സഹിക്കാം. 3ാമത്തെ ലൈനിൽ നിർത്തിയിട്ട് വേറെ ആരും പോകേണ്ടത് ബസ്സുകൾ മാത്രം മതി എന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥ ശരിയാണ്. അത് ഞാൻ പറയാം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനോട് നിങ്ങൾ ഈ പറഞ്ഞ ന്യായമായ ആവശ്യത്തിന് നമ്മൾ എതിരല്ല. പക്ഷേ അത് പോലീസ് കർശനമായി നടപടി എടുക്കണം. അങ്ങനെ വെക്കുന്ന ബസ്സുകൾക്ക് പേരിൽ നടപടി ഉണ്ടാവണം. അതോടൊപ്പം തന്നെ അവിടെ അങ്ങനെ കൊണ്ടുപോയി ഇടുന്നുണ്ടെങ്കിൽ ആ വണ്ടികൾ എടുത്ത് മാറ്റുവാനുള്ള സംവിധാനം പോലീസിന് സാധിക്കുമല്ലോ. ഒരു 2 മണിക്കൂർ കൊണ്ട് പോലീസിന്റെ കൃത്യമായി സർവീസ് വർദ്ധിക്കുവാൻ ഞങ്ങൾക്ക് പറയാം. 1.5 മണിക്കൂറും 2 മണിക്കൂറും ദൂരെ കഴിഞ്ഞ് പോകേണ്ട ബസ്സുകൾ അവിടെ കൊണ്ടുപോയി ഇടുന്നു. അത് എന്തുകൊണ്ടാ ബസ്സുകാരുടെ കുറ്റാണ് അത് ഇവിടുത്തെ അതിനുള്ള സൗകര്യമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് പോലീസാണ്. ബസ്സിന്റെ ഉടമസ്ഥന്മാർ എല്ലാ സമയത്തും ഈ ബസ്സിൽ വന്ന് നിൽക്കുന്നില്ല. മാത്രമല്ല തൊഴിലാളികൾക്ക് സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതോടുകൂടി ഒരു തരം സൗകര്യമുണ്ട്, വിശ്രമിക്കുവാൻ സ്ഥലമുണ്ട്, സൗകര്യമുണ്ട് തോന്നുന്നു. അപ്പോൾ അവിടെ വെക്കും. അത് പോലീസ് കർശനമായി നിയന്ത്രിക്കട്ടോ. അത് നിയന്ത്രിച്ചാലേ നടക്കുള്ളൂ. നമ്മൾ വിചാരിച്ചാലോ മുനിസിപ്പാലിറ്റി വിചാരിച്ചാലോ സാധിക്കില്ലത്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എപ്പോൾ ഇവിടെ തന്നെ ആ പരാതി ഉണ്ടായിരുന്നു. ഇവിടെ ബസ് സ്റ്റാൻഡിൽ ഈ പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ നിർത്തിയിരുന്നു. രാത്രി ഒരുപാട് ബസ്സുകൾ വെച്ച് ഞാൻ ചോദിക്കട്ടെ, വടകരയിൽ ഈ സർവീസ് ഈ ബസ്സുകൾ വെക്കുവാൻ ഏതാ സ്ഥലമുള്ളത്? ഒരു പാർക്കിംഗ് ഏരിയ എവിടെയെങ്കിലും ഈ പാർക്കിംഗ് മുനിസിപ്പാലിറ്റി കൊടുത്തിട്ടുണ്ടോ? ഈ ബസ്സുകൾക്ക് വടകരയിൽ പാർക്ക് ചെയ്യാൻ ഏതെങ്കിലും സ്ഥലം കൊടുത്തിട്ടുണ്ടോ? ബാക്കി എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. ബസ്സുകൾക്കുണ്ടോ? ഇങ്ങനെ വെറും ഒരു ഭാഗത്ത് മാത്രം അതാ പറഞ്ഞേ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ജീപ്പുകൾക്ക് വെക്കാൻ ബാക്കി സമയമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചും ബസ്സുകൾക്ക് ബസ് സ്റ്റാൻഡ് നിർത്തി രാത്രി ഓർഡർ ചെയ്യുന്ന ബസ്സുകളിലാണ് യോജിക്കുന്നത്. ഞാൻ ഇവിടെ പോലീസും മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്മാർക്ക് പുറമെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയും നിരന്തരം പരാതിയാണ് ബസ്സുകൾ ഇവിടെ സ്റ്റാൻഡിൽ നിർത്തുന്നത്. ഞങ്ങൾ ഇത് എവിടെ കൊണ്ടുപോകണം? അതിപ്പോ അത് നിങ്ങൾ ഒരു ഭാഗം മാത്രമേ പറയുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ പറയട്ടെ, ഒരു ടാക്സ് അടക്കാൻ പോകുമ്പോൾ 40,000 രൂപയൊക്കെ ഫൈനാ ഞങ്ങൾക്ക്. എങ്ങനെയാണെന്നറിയോ? എന്തിനാ ഞങ്ങളറിയില്ല എന്തിനാന്ന്. ഏതോ കാലത്ത് ആരോ എഴുതി അയച്ചില്ല, അയച്ചു കൊടുത്ത ഫൈനാണ് ഞങ്ങൾക്ക് വരുന്നത്. അങ്ങനെ ഓരോരുത്തരും വരുന്ന ഫയലുകൾ ഇത്തിരി ഉള്ളതെന്നുള്ളത് പറയാൻ തന്നെ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത്. ഞങ്ങൾ പറയുന്നത് വെച്ചാൽ കൃത്യമായി മുമ്പിൽ നിന്നുകൊണ്ട് കുറ്റം ചെയ്തിട്ട് ഫയൽ കെട്ടിക്കോട്ടെ, ഞങ്ങൾക്ക് ആക്ഷേപമില്ല. ഇന്ന് ഒന്നും അറിയാതെ എത്രയോ ഫയലുകളാണ് വരുന്നത്. എവിടെ ഞാൻ പറയട്ടെ, ഞാൻ അതാ പറഞ്ഞത്. ഇവിടെ ഈ ചലാൻ ഇപ്പൊ ഇയാൾ പറഞ്ഞല്ലോ, ഈ ചലാൻ മുഖേന എത്രയോ ഉറുപ്പ് വാങ്ങുന്നത് അറിയാം. നിങ്ങളറിയോ, ഗവൺമെന്റിന് പോലും കേരള ഗവൺമെന്റിന് പോലും ബോധ്യപ്പെട്ടതുകൊണ്ട് നിലവിലുള്ള ഈ ചലാനുകൾ 50% കുറച്ച് വാങ്ങിക്കുവാനുള്ള തീരുമാനം ഉണ്ടാക്കി ഗവൺമെന്റ്. എന്തിനാണെന്നറിയോ? എത്ര ഓർക്കാൻ അറിയില്ല. മന്ത്രിയുടെ കാറിന് വരെ 25,000 രൂപ അടക്കാനുണ്ട്. ഈ ഇത് വന്നപ്പോൾ ആർക്ക് നിങ്ങൾക്ക് എഴുതി അയക്കാം, നിങ്ങൾക്ക് ഒരു ഫോട്ടോ എടുത്തിട്ട് മന്ത്രിയുടെ അക്കൗണ്ട് അവിടത്തേക്ക് അയച്ചാൽ അയാൾക്ക് ഫൈനാണ്. എന്തൊരു ഞങ്ങളറിയോ, അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇവിടുത്തെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ ബസ്സുകൾക്ക് സ്പീഡ് ഗവർണർ വേണ്ട. പഴയ ബസ്സുകൾക്ക് സ്പീഡ് ഗവർണർ വേണ്ടത്. അതിനൊക്കെ സ്പീഡ് ഗവർണർ ഇല്ലാത്ത ഒറ്റ ബസ്സുകൾ ഇവിടെ ഇല്ല. വളരെ ചുരുങ്ങിയ ബസ്സുകൾ മാത്രമേ ഉള്ളൂ. അത് തന്നെ അത് കണ്ടുപിടിച്ച് നടപടി ബ്രേക്കിന് സിഎഫിന് കൊണ്ടുപോകുമ്പോൾ അത് കറക്റ്റാക്കി കൊണ്ടുപോകുന്ന ബസ്സുകൾ. എന്താ ട്രാഫിക്
ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വിളിച്ചിട്ടാണ് പിന്നെ ഈ ഉണ്ട് പറഞ്ഞു എന്ത് നടപ്പാക്കുന്നില്ല. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വിളിച്ചിട്ട് അന്നെടുത്ത തീരുമാനമാണ് ലിങ്ക് റോഡിലെ ഇത്. അന്ന് ഞങ്ങളാ പറഞ്ഞിട്ടുണ്ട് ഈ സർവീസ് റോഡിൻ്റെ പണി ഈ പുതിയ ബസ് സ്റ്റാൻഡിലുള്ളതും കോട്ടക്കടവുള്ളതും ഈ സർവീസ് റോഡ് കൈനാട്ടി വരെ ഗതാഗത യോഗ്യമാക്കിയാൽ മാത്രമേ നിങ്ങൾ മറ്റേ ഈ മഴക്കാലം ഈ വർഷക്കാലം കഴിഞ്ഞിട്ടേ നിങ്ങൾ ലിങ്ക് റോഡിൽ നിന്ന് മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് റോഡിൽ ടൗൺ ഹാള് മുതൽ പിന്നെ ഈ എടോടി വരെയുള്ള ഈ അനധികൃത പാർക്കിംഗ് കംപ്ലീറ്റ് ഒഴിവാക്കി തരും. എന്നിട്ട് ഒരാഴ്ച ട്രയൽ റൺ നടത്തിയിട്ടാണ് ബസ് ഇടുന്നത്. കഴിഞ്ഞ മാസം 25-ാം തീയതി നടപ്പിലാക്കാൻ നോക്കിയതാണ്. അന്ന് ഞങ്ങൾ ഈ സർവീസ് റോഡും മറ്റേ ഇത് പുതിയ സ്റ്റാൻഡിലുള്ളത് ഒഴിവാക്കാത്തത് കൊണ്ടാണ് അന്ന് നടത്താറുണ്ട്. ഈ 1-ാം തീയതി തന്നെ നടപ്പിലാക്കിയത് ഇതാണ്. പക്ഷേ മാർക്കറ്റ് റോഡിൽ ഒരു സ്ഥിതിയും ഉണ്ടായിക്കില്ല. മാർക്കറ്റ് റോഡിൽ അത്യാവശ്യം പാർക്ക് ചെയ്ത വണ്ടിക്കെതിരെ പോലീസ് നടപടി എടുത്തവരെ ഇവിടുത്തെ മർച്ചൻ്റ് അസോസിയേഷൻ പോയിട്ട് പോലീസിനോട് ഇടപെട്ടിട്ട് ചാർജ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ പ്രൈവറ്റ് ബസ് ഉടമകളുടെ സ്ഥിതി എന്ന് വെച്ചാൽ മാർക്കറ്റ് റോഡിലുള്ള കച്ചവടക്കാരെ നന്നാക്കാനുള്ള ബസ് സർവീസ്, ഇവിടെ വരുന്ന യാത്രക്കാരാ, രോഗികൾ, സ്കൂൾ വിദ്യാർത്ഥികളാ, സർക്കാർ ജീവനക്കാരാ ഉള്ള യാത്രാ സൗകര്യം ഒരുക്കുകയാണ് ബസ് സർവീസിന് വേണ്ടി. അത് കൃത്യസമയത്ത് എത്തിക്കാനുള്ള ബാധ്യത പ്രൈവറ്റ് ബസ് സർവീസിന് നമുക്കുണ്ട്. പക്ഷേങ്കിൽ അത് മറ്റേ മാർക്കറ്റ് റോഡിലെ ബ്ലോക്ക് ഇത് കാരണം പല ബസ്സുകൾക്കും ഇന്നലെ മെങ്ങാന്നുമായിട്ട് പല ബസ്സുകൾക്ക് ഈ പരിഷ്കാരം വന്നതിന് ശേഷം പല ബസ്സുകൾക്കും ഒരു 1-2 ട്രിപ്പ് കെട്ടാം. ഇപ്പോൾ ബസ് സർവീസ് നടത്താൻ പറ്റില്ല. ഇപ്പോൾ കുറേ ബസ്സുകൾ പുതിയ കൊയിലാണ്ടി ബസ്സുകൾ പുതിയ സ്റ്റാൻഡിൽ നിന്ന് തിരിച്ചു പോവാണ്. കുറേ ബസ്സുകൾ പയ്യോളിൽ നിന്ന് തിരിച്ചു പോവാണ്. അതുപോലെ തന്നെ കൈനാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നുണ്ട്, തലശ്ശേരിക്ക് പോകുന്ന ബസ്സുകൾ. അല്ല ഇപ്പോൾ ഈ ട്രാഫിക് പരിഷ്കാരം അല്ലല്ല മാർക്കറ്റ് റോഡ് ഒന്ന് ചോദിച്ചോട്ടെ, ഒന്ന് പറട്ടെ. നമ്മളെ JT റോഡ് മുതൽ എടോടി വരെ, അതുപോലെ തന്നെ ടൗൺ ഹാൾ മുതൽ പുതിയ സ്ഥലം 5 വിളക്ക് ജംഗ്ഷൻ വരെ നമുക്കൊരു സ്മൂത്ത് ആയിട്ട് വണ്ടി കൊണ്ട് വരാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് വരാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ തലശ്ശേരി ഏത് ഭാഗത്താ ബ്ലോക്ക്? നിങ്ങൾ തലശ്ശേരി ഏത് ഭാഗത്താ ബ്ലോക്ക്? മാർക്കറ്റ് റോഡില് ഫുൾ ടൈം ബ്ലോക്കാ. സാധാരണ ഈ 10-15 വീലുള്ള ലോറികള് ആ 5 വിളക്ക് നമ്മളെ മാർക്കറ്റ് ഇവിടെ ഇല്ലേ ടെലിഫോൺ എക്സ്ചേഞ്ച് ആ റോഡിലാണ് തിരിക്കുമ്പോൾ അരമണിക്കൂർ കുടുങ്ങിയ പുതിയ സ്റ്റാൻഡ് വരെ ബ്ലോക്കായി. അതിനൊരു നടപടിയില്ല. ഞങ്ങൾ പറഞ്ഞു കച്ചവടക്കാരോട് ഈ ചുമട്ടുകാരോട് ഞങ്ങൾ പറഞ്ഞു നിങ്ങളൊരു സമയം വെച്ചിട്ട് സാധനം ഇറക്ക് ഒരെട്ട് മണി. അപ്പോൾ മുനിസിപ്പൽ കൗൺസിലർ നമ്മളെ ബിനു മൂപ്പർ പറഞ്ഞു വെച്ചാൽ 8 മണിക്കാ ചുമട്ടുകാർ വരുന്നതാണ്. ഇവരെ എല്ലാ സൗകര്യം ഏർപ്പെടുത്തുമ്പോൾ ഞങ്ങൾ സക്സസ് ആയിട്ട് സർവീസ് ഞങ്ങള് ഉണ്ട് അല്ല കേസല്ല. ഞങ്ങള് കേസ് കൊടുത്തിട്ട് ലിങ്ക് റോഡിന് പഴയശാലമാണ് അന്ന്. പക്ഷെ അന്ന് നടപ്പിലാക്കിയില്ല. ഇന്ന് ആ കോടതിന്റെ ഇത് ഓർഡറും കഴിച്ചിട്ടാണ് മുനിസിപ്പാലിറ്റി നടപ്പിലാക്കിയത്. ഇത്രയും വർഷമായിട്ട് അത് നടപ്പിലാക്കിയില്ല. ഞങ്ങൾ അന്ന് ഞാൻ ഇത്രയും ബസ്സുകൾ പഴയ സ്റ്റാൻഡിൽ ഉൾക്കൊള്ളുക പഴയ സ്റ്റാൻഡിൽ ഉൾക്കൊള്ളുന്നില്ല. കച്ചവടക്കാരെ അനുകൂലിച്ചുകൊണ്ട് അവർക്ക് സഹായം ചെയ്ത് കൊടുക്കാണ് മുനിസിപ്പാലിറ്റി. ഞങ്ങൾക്ക് തോന്നുന്നതാണ്. കാരണം വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല ഞങ്ങൾ തൊഴിലാളി സംഘടനയെ കൂട്ടി പിന്നെ ഒരു സമരത്തിലേക്ക് പോവാ. ഞങ്ങള് മുനിസിപ്പാലിറ്റി അതിൽ KSRTC-യിൽ 15-ാം തീയതി മുതൽ സൗജന്യ യാത്ര നടത്തിയാൽ കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകൾ ഓട്ടോമാറ്റിക്കായി താനേ നിൽക്കൂ. അല്ല അത് നല്ലോട്ടെ. അതൊരു നിബന്ധന വെച്ചിട്ട് പാവപ്പെട്ട ഇപ്പൊ ക്യാൻസർ രോഗികള്, BPL കുടുംബാംഗങ്ങള്, ഇവിടെ പിന്നെ 50,000-40,000 ശമ്പളം വന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് കൊടുക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഈ മുഴുവൻ സ്ത്രീകൾക്ക് നിങ്ങൾ കണ്ടില്ലേ? ഈ KC വേണുഗോപാലും ഇവിടെ രമേശ് പിഷാരടി പാലക്കാട് ബസ് കയറിയിട്ടാ പറഞ്ഞേ അടുത്ത UDF അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം
ഏത് ബസ്സിലും കാര്യം യാത്ര ചെയ്യാം. അങ്ങനെ ഒരു യാത്ര ചെയ്താല് പ്രൈവറ്റ് ബസ്സില് ആൾക്കാരുണ്ടാവില്ല. സ്ത്രീകള് KSRTC-ലാവാ, ഇവരെ കുടുംബാംഗങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് കഴിഞ്ഞാൽ അവരാക്കിന്റെ പൈസ എടുക്കണ്ടോ. അപ്പോൾ പിന്നെ ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സിലായിട്ട് ആളുണ്ടാവുക. വെറും വിദ്യാർത്ഥികളെ ചുമന്ന് പോകേണ്ടി വരും. വിദ്യാർത്ഥികളെ ചുമന്ന് എത്ര കാലം കൊണ്ടുപോകാനോ? 1 or 2 ആഴ്ച കൊണ്ടുപോയത് ഓട്ടോമാറ്റിക്കായി ബസ് നിൽക്കും. ഞങ്ങൾ സമരത്തിലേക്ക് പോകണ്ട, ഓട്ടോമാറ്റിക്കായി ബസ് സർവീസ് നിൽക്കും. അതാണ് ഉണ്ടാവുക. അത് സംബന്ധിച്ച് എന്താ വെച്ചാൽ ഗവൺമെന്റ് രാജ്യത്ത് നടത്താവുന്ന പരിഷ്കാരങ്ങളാണ് ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പരിഷ്കാരം. അതിൽ ഞങ്ങൾ എതിരല്ല. അത് നടപ്പിലാക്കുമ്പോൾ ഞങ്ങൾ ഗവൺമെന്റ് പ്രത്യേകിച്ച് ഗവൺമെന്റ് ഞങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇത് വലിയ നഷ്ടം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന് തത്തുല്യമായിട്ട് ടാക്സ് ഒഴിവാക്കുക, അതുപോലെ തന്നെ ഞങ്ങൾക്ക് പിന്നെ ഈ ഫൈനുകൾ ഒഴിവാക്കുക, വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് കൂട്ടുക, അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ നമ്മളോട് വെച്ചിട്ടുണ്ട്. ഗവൺമെന്റ് പറഞ്ഞ് നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സ്ത്രീകളെ യാത്ര സെക്രട്ടറി പറഞ്ഞ ഞങ്ങൾ മൊത്തത്തിൽ പറഞ്ഞ സെക്രട്ടറി പറഞ്ഞതിലായിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് തെറ്റുണ്ടോ? ഗവൺമെന്റ് ഇപ്പോൾ ഒരു പരിഷ്കാരം, ഇപ്പോൾ റേഷൻ കൊടുക്കുന്നു ഗവൺമെന്റ്, അത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അരിക്കച്ചവടക്കാർക്ക് പറയാൻ പറ്റുമോ? ഞങ്ങൾ സർക്കാരിന് സാവകാശം കൊടുത്ത സർക്കാർ ഗതാഗത മന്ത്രി അധികാരമായിട്ട് കുറഞ്ഞ ദിവസമായിക്കള്ളൂ. അയാളൊന്ന് പഠിച്ചോട്ടെ. പഠിച്ചിട്ട് കഴിഞ്ഞ 10 വർഷം ഈ പറഞ്ഞ 2, 3, 4 ഉറുപ്പിക മാറ്റാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ ഉറുപ്പിക 2, 3 ആക്കാൻ പറ്റുന്നത്? അത് വർദ്ധിപ്പിക്കേണ്ട സർക്കാരല്ലേ? കഴിഞ്ഞ 10 വർഷം കാലം നിങ്ങൾക്ക് വളരെ സമാധാനപരമായി നിങ്ങൾക്ക് അത് കൂട്ടാൻ പറ്റും. അതിന് കാര്യമായിട്ട് മെനക്കെട്ടില്ല. എത്ര പ്രാവശ്യം സെക്രട്ടേറിയറ്റിലും മന്ത്രിമാരടുക്ക് കാര്യം ഇറങ്ങി ഈ അല്ല കഴിഞ്ഞ നവകേരള യാത്രക്ക് ഗോവിന്ദൻ മാഷ് ഇവിടെ വന്നേരം ഒരു ബിസിനസ് മീറ്റ് രാവിലെ നടത്തി. ഞങ്ങളതിൽ നിവേദനം കൊടുത്തത് ഗോവിന്ദൻ മാഷ് 1 രൂപ ചാർജ് പിന്നെ എന്ന് പറഞ്ഞത് ആദ്യത്തിനു 25 പൈസ, പിന്നത്തിനു 50 പറഞ്ഞുതരാം. അന്നേരം ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞ് സർക്കാർ വർദ്ധിപ്പിച്ചിട്ടില്ല ഉറുപ്പ്യായി 50 പൈസ 25 പൈസ എടുത്തതിന് ശേഷം ഇല്ലാണ്ടായതിനു ശേഷമാണ് 1 ഉറുപ്പ്യ വിദ്യാർത്ഥികളിൽ നിന്ന് സർക്കാർ വർദ്ധിപ്പിച്ചില്ല. സർക്കാർ ഞങ്ങളിപ്പോൾ പറയുന്നത് ഇപ്പോൾ നിലവിൽ 25% കൺസെഷൻ ഗവൺമെന്റ് നിരക്ക്. 25% തന്നാൽ 10 ഉറുപ്പ്യക്ക് എത്ര ആയിരുന്നു? 2.5 ഉറുപ്പ്യ ഉണ്ട് കുട്ടികൾ ഉറുപ്പ്യായിരുന്നു. അതെങ്കിലും നടപ്പിലാക്കണ്ടേ? ഈ 20 ഇപ്പോ ഗോവിന്ദൻ മാഷ് പറഞ്ഞു വെച്ചാൽ ഒരു അവജ്ഞയോട് കൂടിയാണ് ഞങ്ങൾ പെരുമാറിയത്. 2012 ആവശ്യം ഉന്നയിച്ച് പോകുന്നുണ്ട്. പുതിയ സർക്കാരിനോട് ഞങ്ങൾ പഠിച്ചിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഞങ്ങൾ ആ സർക്കാരിനോട് ഞങ്ങൾ എന്ന് പറയും. 2012 മുതൽ ഈ ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വന്നു. 2012 അല്ല ഞങ്ങളെതിരാ. നിങ്ങൾ ആലോചിച്ചോക്കെ സർക്കാർ ഞങ്ങളെ നിവേദനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതായത് പരിഗണിക്കാം, നിങ്ങളെ കാര്യങ്ങൾ പരിശോധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗോവിന്ദൻ മാഷ് ഇവിടെ ആദ്യമായിട്ട് ടിക്കറ്റായി വന്നപ്പോൾ കേരളത്തിൽ നിന്ന് കാസർഗോഡ് ജാഥ വന്നിരുന്നു. അന്ന് വടകരയിൽ വെച്ച് നിവേദനം കൊടുത്തിരുന്നു വിദ്യാർത്ഥികളെ ബസ്റ്റാണ്. അത് ശരിയായ കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞ മാഷ് ഇന്ന് പറയോ? പറഞ്ഞില്ല. അല്ല ഹലോ, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റില് നമ്മുടെ സംസ്ഥാന ഫെഡറേഷന്റെ പ്രസിഡന്റ് നിരാഹാരം കിടന്ന ശേഷം ചങ്ങലക്കെട്ട് പൂട്ടി ഉടനെ തന്നെ LDF-ന്റെ ഒരു പ്രതിനിധി വന്ന് അവിടെ സമരപന്തലിൽ വന്ന ശേഷം ഈ സമരം പെട്ടെന്ന് പിൻവലിക്കണം, നിങ്ങളെ പെട്ടെന്ന് പരിഹരിച്ചു തരുന്നു ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നിട്ട് ഇന്നും പരിഹാരം ഉണ്ടായിട്ടില്ല. ഈ വിഷയത്തിനെ പറ്റി സ്കൂൾ വിദ്യാർത്ഥികളെ പറ്റിയിട്ട് ഒരു ചാർജ് വർദ്ധനെ പറ്റി സംസാരിച്ചിട്ടേ ഇല്ല. 2012 മുതൽ പറയുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ. ഈ 1 ഉറുപ്പ്യ ഈ വിഷയത്തെ പറ്റി ഇതുവരെയായിട്ടും ഒരു അനക്കം ഉണ്ടായിട്ടില്ല. ഈ വ്യവസായം അന്നന്ന് തകർച്ചയിലേക്കാണ് പോകുന്നതെന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പ്രൈവറ്റ് ബസ് മേഖല. അപ്പോൾ ഇന്നും കൂപ്പുകുത്തിരിക്കുകയാണ്. അതായത് 1000 രൂപ ദിവസം ബസ്സിൻ്റെ മേഖലയിൽ ദിവസം ഒരു മുതലാളിക്ക് കിട്ടുന്ന പൈസ ദിവസം കിട്ടുന്ന വരവിന് ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ദിവസം ചെലവിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് ഈ വ്യവസായം. മുന്നോട്ട് പോകില്ല ഒരു വ്യവസായം. പിന്നെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കേസ് കൊടുത്ത വിഷയത്തെ പറ്റി അന്ന് ഈ നാഷണൽ ഹൈവേന്റെ പണി തുടങ്ങിയില്ലായിരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ബ്ലോക്കിൻ്റെ ഒക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മളെ റോഡ് പുനർനിർമ്മാണം. അതുകൊണ്ടാണ് ഈ നമ്മളെ വടകര എന്നുള്ള നാട് മുഴുവൻ ഇങ്ങനെ ബ്ലോക്കാവുന്ന വാഹനങ്ങൾ കടന്നു വരാൻ പറ്റാതെ. അപ്പോൾ അന്ന് ആ വിഷയമില്ലായിരുന്നു. അന്ന് വളരെ ഇതായിട്ട് പിന്നെ പഴയ മാതിരി
പിന്നെ ഈ റോഡിൽ വണ്ടി നിർത്താണ്ട് പഴയ സ്റ്റാൻഡ് പോകാനും സ്മൂത്തായിട്ട് സർവീസ് നടത്തായിരുന്നു. ഇന്നത് പറ്റുന്നില്ല. ഇന്ന് വിവിധ ഭാഗങ്ങൾ കൂടി പിന്നെ വാഹനത്തിൻ്റെ വർധനവും. അന്ന് ഇത്ര വാഹനങ്ങളില്ലായിരുന്നു. ഇപ്പോൾ കാറുകളെയും സൈക്കിളുകളെയും മൊത്തമായിട്ടുള്ള വരവും ഇതെല്ലാം കൊണ്ടാണ് നമുക്കുണ്ടാകുന്ന പ്രശ്നം. മറ്റ് ഞങ്ങൾക്ക് ഏത് സ്റ്റാൻഡ് നിർത്തിയാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഇത് നേരം വൈകിപ്പോയാൽ ട്രിപ്പ് എടുക്കാൻ പറ്റില്ല. നമ്മൾ ജീവനക്കാർക്ക് ഒന്ന് മൂത്രമൊഴിക്കാനോ അല്ലെങ്കിൽ ചായ കുടിക്കാനോ സമയം കിട്ടില്ല. അവസാനം നിമിഷത്തിൽ പിന്നെ ഒരു ബസ് എടുത്ത് പട്ടിണി കിടന്ന് ഓടാണ്. നിങ്ങൾ അതിനെ പറ്റിയിട്ട് തൊഴിലാളികളുടെ പ്രയാസത്തിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ തൊഴിലാളികളായിട്ട് ഈ വിഷയത്തെ പറ്റി ഒന്ന് ചർച്ച ചെയ്താൽ നിങ്ങൾക്ക് അവരുടെ നിന്ന് വരുന്ന വാക്കുകൾ ഞങ്ങൾ പറയുന്നതിലെല്ലാം സങ്കടകരമായ മറുപടികൾ കിട്ടും. അതുപോലെ തന്നെ ഇന്ന് ശനിയാഴ്ച വൈകുന്നേരം 4 മണിയായാൽ കൈനാട്ടി മുതൽ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി. 6, 7, 8 മണി വരെ പെടോടി ജംഗ്ഷൻ വരെ ഇങ്ങനെ ജാമാരിക്കും. എന്തുകൊണ്ടാണ്? അതായത് കൈനാട്ടി ഈ കോൺവെന്റ് റോഡ് മുതൽ കുറേ KSRTC ബസ്സുണ്ട് ഡിപ്പോയിലേക്ക് വേണ്ടിയ 5-8 KSRTC വണ്ടി ഈ ഫിനിഷിങ് കഴിഞ്ഞിട്ട് എൻ്റെ ചോമ്പാല ഇതിലേക്ക് പോകുന്നത് അവിടത്തേക്ക് കൊണ്ടുവന്ന് ഈ 5 വിളക്ക് ജംഗ്ഷൻ ചുറ്റിയിട്ടാണ് പോവാം. ഈ വണ്ടി മുഴുവൻ ബ്ലോക്കാക്കിയിട്ട് കിടക്കുക. ട്രാഫിക് കംപ്ലീറ്റ് ജാമായി. അപ്പോൾ ഈ കൊയിലാണ്ടി വടകര വരുന്ന വണ്ടികളെല്ലാം സ്റ്റാൻഡിൽ പ്രവേശിക്കുന്ന തന്നെ ആകുന്നില്ല. ശനിയാഴ്ച വൈകുന്നേരം മുഴുവനും അങ്ങനെയുണ്ടാകുന്നു. പമ്പം ബ്ലോക്കാണ്. 2-3 മണിക്കൂർ ബസ് കൂടുന്നത്. അതിൻ്റെ ഞാക്കിങ്ങളോട് പറയുകയാണെന്ന് വെച്ചാൽ പത്രക്കാർ ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സിനായ ഈ ഗതാഗതക്കുരുക്കിന് വടകരയുള്ള ഗതാഗതക്കുരുക്കിന് അകമഴിഞ്ഞ് സഹായിക്കണം. നിങ്ങളെ റിപ്പോർട്ടാണ് സംസ്ഥാന ഗവൺമെൻറ്റും ഉദ്യോഗസ്ഥന്മാരും എല്ലാം മുഖവിലക്കെടുക്കുക. ഞങ്ങൾ പരാതി കൊടുത്താൽ അതിനെല്ലാം ഒരു പരിമിതിയുണ്ട്. അപ്പോൾ നിങ്ങളെ ഈ മാധ്യമപ്രവർത്തകരുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ വടകരയുള്ള ഗതാഗതക്കുരുക്കിന് ഒരുവിധം നിങ്ങൾ ആ മാർക്കറ്റ് റോഡിലെ വിഷയമൊക്കെ തന്നെയല്ലേ JT റോഡിലെ വിഷയം ആ വിഷയം ഇല്ലെങ്കിൽ ഞങ്ങൾ സർവീസ് നിർത്തിയേണ്ടി വരും. ഈ വരുന്ന മഴക്കാലത്ത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ യാത്രക്കാർ ബുദ്ധിമുട്ടുന്നൊരവസ്ഥയിലാണ് വരുന്നത്. കഴിഞ്ഞ കൊല്ലത്തിനാകട്ടെ ബുദ്ധിമുട്ടായി ഈ വർഷം വരിക. അത് ഉറപ്പാണ്. എന്താണെന്ന് വെച്ചാൽ സർവീസ് റോഡ് പാലോളി പാലിന് കൈനാട്ടി വരെ ഒന്നും ചെയ്തിട്ടില്ല. വെറുതെ കുറച്ച് താറും കയറുന്ന ആളോടെ പാച്ച് വർക്ക് ചെയ്തെന്നല്ലാണ്ട് കാര്യമായിട്ട് ഒരു വർക്കും നടത്തിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ പത്രക്കാരെ ഞങ്ങൾ അകമഴിഞ്ഞ് സഹായിച്ചാൽ നമ്മുടെ ഗതാഗതക്കുരുക്ക് വടകരയുള്ള ഗതാഗതക്കുരുക്ക് ഒരു പരിഹാരം ഉണ്ടാക്കി തരുന്നത് നമ്മളാണ്. ഓന് ജോലി കിട്ടിയ ഓന് മാത്രമല്ല ഈ നാട്ടിലെല്ലാ പിള്ളേർക്കും ജോലി കിട്ടും. അതിനല്ല അവരിവിടെ ഇല്ലത്. ഏതിരോ നീ ഏതിന്റെ കാര്യമായി പറയുന്നത്? നമ്മുടെ ശ്രീശങ്കരാചാര്യാണ്. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ